എന്ത് പറ്റി ചേച്ചി കയ്യിൽ? തല്ലി ഓടിച്ചടേ, തല്ലി ഓടിച്ചു. എന്നോട് മേലെ വീഡിയോസും ഇടരുത്, മേലെ ഇനി ഇങ്ങനത്തെ ഷോർട്സ് വീഡിയോസ് ഒന്നും ഇടല്ലെന്നും പറഞ്ഞ് കുറേ ആൾക്കാർ വന്ന് എൻ്റെ കൈ പിടിച്ച് വളച്ച് ഓടിച്ച്. ഹായ് ദയ. ഇടി നിമ്മൂച്ചി, അച്ഛൻ്റെ അടുത്ത് പോകുമ്പോൾ സൂക്ഷിക്കണം. കുമാരേട്ട വീഡിയോ അച്ഛൻ കണ്ടിട്ടുണ്ട്, നിന്നെ പിടിച്ച് ആണി തറയ്ക്കും നിമ്മൂച്ചെ. അച്ഛൻ കണ്ട്. എന്നോട് പണ്ടൊക്കെ വെള്ള സാരി കൊടുത്താണ് യക്ഷികൾ ഇറങ്ങുന്നത്. നീ എന്തോന്നാടി മറ്റേ സെറ്റുമുണ്ടൊക്കെ കൊടുത്താണ് ഇറങ്ങണേന്ന്. ഞാൻ തിങ്കളാഴ്ച പോകത്തുള്ളൂ, ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച വീട്ടിൽ പോകത്തുള്ളൂ. കാരണം മോളുടെ സ്കൂളിൽ കൊടകരയിൽ മോളെയും കൊണ്ട് ഒപ്പന പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിന് കലോത്സവമാണ്. അപ്പോൾ നമുക്ക് കൊടകര സ്കൂളിലാണ് പോവേണ്ടത്. അപ്പോൾ നാളെ പോയിട്ട് പിന്നെയും പോകാൻ പറ്റത്തില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഒന്നുമില്ല ഞാൻ ഞായറാഴ്ച പോകും, അല്ലെങ്കിൽ ഞാൻ തിങ്കളാഴ്ച പോകും. അപ്പോൾ അതുകൊണ്ട് നാളത്തെ പോക്ക് ഞാൻ മാറ്റി വെച്ചു. കായ് തരാമോ? പിന്നെ എന്താ മുത്തേ, പിന്നെ എന്തിനാ മുത്തേ, ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുന്നത്. കൈക്ക് എന്ത് പറ്റി മോള്? തല്ലി ഓടിച്ചെന്ന് എൻ്റെ കൈ പിടിച്ച് വളച്ചോടിച്ച്. എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ് കിട്ടുന്നത് എനിക്കാണെന്നും പറഞ്ഞ് കുറേ ആൾക്കാർ വന്നിട്ട് എൻ്റെ കൈ പിടിച്ച് വളച്ചോടിച്ച്. നിങ്ങളെങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? വിജയ് ചേട്ടൻ ഓൺ ദ വേ. 10 വയസ്സോ അലീനയ്ക്കോ? ഷോ, അപ്പോൾ ഒരു 3-4 വയസ്സല്ലേ കൂടിയിട്ടുള്ളൂ. അവന്മാരോട് പോകാൻ പറ ചേച്ചി. പക്ഷേ എൻ്റെ കൈ തല്ലി ഓടിച്ചത് എൻ്റെ വേദന ഞാൻ സഹിക്കണ്ടേ. ഹായ് രജനീഷ് ചേട്ടാ. ഇവിടെ മഴയില്ല, ഇവിടെ നല്ല മഴ. ജൂൺ. ഹായ് ജൂൺ. വീട് എവിടെയാണ്? എൻ്റെ വീട് ചാലക്കുടി. ഹലോ സച്ചു, എന്തൊക്കെയുണ്ട് സച്ചുസേ? കുറേ നാളായാലോടെ നിന്നെ കണ്ട്. നീ ഒരു വരവ് വരും, പിന്നെ നീ പോകും. പിന്നെ നീ എന്തെങ്കിലുമൊക്കെയാണ് കയറി വരണത്. നീ എന്ത് പാടേ ഇത്? ഹായ് ദക്ഷിണ. നൈസ് ഡ്രസ്സ് എവിടുന്നാണ്? ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ്. ഹായ് നിമിഷ. ജൂണേ ഹലോ. ഒപ്പന മോൾക്ക് കലോത്സവത്തിന് ഒപ്പനയാണ് കേട്ടോ. ഹലോ അമ്പാടി. ഹലോ ആതിര. ജയപ്രഭു ഹലോ. ആൾക്കാരുടെ കൈ മോള് തല്ലി ഓടിക്കാതിരുന്നാൽ മതി. ഇല്ല, ഇത് എൻ്റെ കൈ തല്ലി ഓടിച്ചതാ. ഇനി മേലെ ഇമാതിരി വീഡിയോസ് ചെയ്യരുത്. ഇനി മേലെ ഇങ്ങനത്തെ ഷോർട്സ് ഡ്രസ്സൊക്കെ ഇടലെന്നും പറഞ്ഞ് കുറച്ച് ആൾക്കാർ എൻ്റെ വീട്ടിൽ കയറി ഇറങ്ങി എൻ്റെ കൈ തല്ലി ഓടിച്ച്. ഇതിങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? നല്ല തണുപ്പുണ്ട്. ഇപ്പം അങ്ങോട്ട് പെയ്തതേ ഉള്ളൂ മഴ, പിന്നെ എങ്ങനെ തണുക്കും? പെണ്ണ് സെറ്റായില്ല, പിന്നെ വരാൻ ടൈം കിട്ടും. ഓഹോ കൊച്ചു ഗള, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഓക്കേടാ, ഓക്കെ. ആയി തരാമോ ചേച്ചി? നല്ല സുന്ദരിയാണ് എന്ന് ദയ. താങ്ക് യു ദയ. ഇതാരാ? റെഡിൽ പൊളി ലുക്കാണല്ലോ നിമിഷക്കുട്ടി. താങ്ക് യു ജോൺ. ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണ്. അതെന്ത് പറ്റി? അമ്പാടി വീട്ടിലേക്ക് പോകണല്ലേ? ഓക്കേടാ മുത്തേ, ഹാപ്പി ജേണി. പോയിട്ട് വായോട്ടോ. ഓരോ ദിവസം ഡ്രസ്സും ഞെട്ടിപ്പിക്കുകയാണല്ലോ നിമ്മു നീ. ഇതൊക്കെ എന്ത്, ഇനിയൊക്കെ വരാനിരിക്കുന്നതല്ലേ ഉള്ളോ. ഇവിടെ നല്ല ഇടിയും മഴയും. ഇവിടെ നല്ല ഇടിയും മഴയാണ്. ഒരു ഷാളോ ഉമ്മക്ക? എനിക്ക് ഷാള് പണ്ടേ അലർജിയാ. ശ്രീജ. സജീല. പിന്നെന്താണ്? ആർഷമോളെ ഹായ് നന്നൻ. എന്താ പരിപാടി ചേച്ചി? ഒന്നുമില്ലടാ, സുഖമായിട്ടിരിക്കണു. ചേച്ചിക്ക് റെഡ് നല്ല മാച്ചാണ്. അതെ, എൻ്റെ ഫേവറേറ്റ് കളർ റെഡാണ്. ഫെമിക്കൂട്ട പറയടാ. വിരൽ എന്ത് പറ്റി? ഡാനി. ആ കൂട്ടത്തിൽ ഡാനി ഉണ്ടായിരുന്നു. എൻ്റെ വിരൽ തള്ളി ഒടിക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ ഈ ഡാനി എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഇപ്പം എന്നോട് വന്ന് ചോദിക്കുക കൈക്ക് എന്ത് പറ്റിയെന്ന്. എന്നെ കളിയാക്കുമല്ലേ ഇതൊക്കെ? അല്ലേ, മോശമല്ലേടെ ഇതൊക്കെ? ഇങ്ങനെ ഒരു അവസ്ഥ ചേച്ചിക്ക് വരുമെന്ന് തോന്നുന്നുണ്ടോ? ആരെങ്കിലും ചേച്ചീനെ ഉപദ്രവിക്കുമോ? ഞാൻ അങ്ങോട്ട് മഴ അയച്ചു തന്നതാ, എനിക്ക് തോന്നി. പിന്നെ വെടിക്കെട്ട് ഇറങ്ങിയിട്ടില്ല അല്ലേ നിമിഷ? പാട്ട് പാടുമോ? തീർച്ചയായിട്ടും. നിമ്മു ചേച്ചി ഹലോ. ഹായ് ബിസ്മിയ. എനിക്കും റെഡാണ് ഇഷ്ടം. ഓക്കെ, കുറച്ചുകൂടി താത്തി വെക്ക് ഡ്രസ്സ്, അപ്പോൾ നമുക്കെല്ലാം കാണാം. ഇത്രയൊക്കെ കണ്ടാൽ മതിയടേ. ആതിര ഹലോ. ഞാൻ ദയ, എനിക്കൊരു ഹായ് തരൂ. ഹായ് ദയ. ആർച്ചിക്കുട്ടി ഫുഡ് കഴിച്ചിടാ. ഞാൻ ചപ്പാത്തി ചിക്കൻ കറിയും കഴിച്ചു. പാവൻ ചേച്ചിയെന്നു. പാവൻ ചേച്ചി ഉറങ്ങണം. എത്രയും വലിയ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് നമുക്കൊരു നമ്മുടെ ക്യാരക്ടർ നല്ലതാണെന്ന് പറയുമ്പോൾ നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളോട് ആരെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോടി? എൻ്റെ ക്യാരക്ടർ നല്ലതാണ്, നീ ഒരു ആൺകുട്ടിയാണ് എന്ന് കടമറ്റത്ത് കത്തനാര് എന്ന് പറയുന്ന നമ്മളൊക്കെ കത്തനാരുടെ രൂപത്തിൽ കണ്ട അദ്ദേഹം തന്നെ വിളിച്ച് എന്നോട് പറയുമ്പോൾ എനിക്കുള്ള സന്തോഷം അത് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിൽ വന്നത്. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോവുകയാണ് നാളെ.